എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബാരോസ്. രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത നായകനായി എത്തി ഈ കഴിഞ്ഞ ഡിസംബർ മാസം 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് 3D പാൻ-ഇന്ത്യൻ സിനിമയാണല്ലോ ബാരോസ്. നിലവിൽ 2 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യമേ തന്നെ ചിത്രത്തിൻ്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,50,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 5,55,00,000 രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. ഇനി ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം ദിവസമായി ഇന്ന് ചിത്രത്തിൻ്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത് 80,00,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,50,00,000 രൂപയായിരിക്കും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടാൻ പോകുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5,55,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. രണ്ടാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 3 കോടിക്കടുത്ത് രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ബാരോസ് എന്ന സിനിമ 2 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.